വീട്ടിലെ ഓണർ വണ്ടിൻ്റെ ബാക്കിൽ പിടിച്ച് വണ്ടിനെ പിടിച്ച് വലിച്ച് വീഴ്ത്തിയിട്ടതാണ്. നിർത്തണ പറഞ്ഞ് കേട്ടില്ല. അപ്പം തന്നെ ഞാൻ കയറി പിടിച്ചു, ഒന്ന് മറിച്ചിട്ടോ വണ്ടി വീണ് ഞാൻ രണ്ടെണ്ണം തല്ലി അരിയതേ ആവശ്യത്തിന് ഒരു രണ്ടെണ്ണം കൊടുത്ത പോലെ അത്രയേ ഉള്ളൂ. ഡോസ് വണ്ടി കയറി ഇരുന്നപ്പോൾ സാറ് പറഞ്ഞ പോലെ വണ്ടി ഓട്ടാനൊരു മോഹം തോന്നി. അല്ലാണ്ട് വണ്ടി എടുത്തിട്ട് നാട് കൊടുക്കണം അത് കൊടുക്കണം എന്നുള്ള മോഹമില്ല, ഒന്ന് ഓട്ടി നോക്കണം. അപ്പോൾ ഓട്ടി നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപകടം ഉണ്ടെന്ന് പറഞ്ഞത്. അല്ലാണ്ട് കൂടുതൽ ദൂരം ഓട്ടാനുള്ള ആഗ്രഹമില്ല. കൂടുതൽ ദൂരം ഓട്ടി നാം വേറെ വണ്ടി കൊണ്ടടിക്കും. ഡോസ് തന്നെയാണ് നോർമല്. അന്ന് പൂവിന് പോകാനൊന്നും പറ്റില്ല. പേര് രാധാകൃഷ്ണൻ. ഞാൻ വള്ളിക്കോടാണ് എൻ്റെ സ്വദേശം. ഞാൻ പുതുപ്പരിയാറ് ഹെൽത്ത് സെൻ്ററിൽ എൻ്റെ ആരോഗ്യ പ്രശ്നമായിട്ടുള്ള ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വന്ന് ഡോക്ടറെ കണ്ട് വെളിയിലേക്ക് വരുമ്പോഴേക്കും എൻ്റെ ബൈക്ക് കാണാനില്ല. വന്ന് നോക്കുമ്പോൾ ബൈക്കില്ല എന്നുണ്ടോ, ഞാൻ അവിടെ CCTV ഒക്കെ ഉണ്ടോ ചോദിച്ചതാണ്. അപ്പോൾ ഇല്ല, അവർ പറഞ്ഞു നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടും, അവർ ചെക്ക് ചെയ്യും എന്ന് പറഞ്ഞ് പറയുന്നത്. ഞാൻ നേരെ ഹേമാംബിയ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പോയി പരാതിപ്പെട്ടു. എൻ്റെ കൂട്ടുകാർ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് പറയാം, ഞങ്ങൾക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞു വിട്ടു, നിങ്ങൾ പറ്റുള്ളൂ എന്നും പറഞ്ഞു. പോയി കൂടെ പോകുമ്പോഴാണ് ഈ പയ്യൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് എന്നെ മുന്നിൽ കൂടെ തന്നെ വരും. എനിക്ക് ആ വണ്ടിൻ്റെ സൗണ്ട് കേട്ടാൽ അറിയാം, 10-16 വർഷം യൂസ് ചെയ്ത വണ്ടിയാണ്. ആ സൗണ്ട് കേട്ടപ്പോൾ അറിയാമെന്നുണ്ട്. ഞാൻ എൻ്റെ വണ്ടിൻ്റെ സൗണ്ടാണല്ലോ പറഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ വണ്ടി അതിൽ എൽബോർഡ് ഒട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മോളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എൽബോർഡൊക്കെ ഒട്ടിയിട്ടുണ്ട്. എൻ്റെ വണ്ടിയാണ്. അപ്പം തന്നെ നിർത്തണ പറഞ്ഞ് കേട്ടില്ല. അപ്പം തന്നെ ഞാൻ കയറി പിടിച്ചു, ഒന്ന് മറിച്ചിട്ടോ വണ്ടി വീണ് ഞാൻ രണ്ടെണ്ണം തല്ലി അരിയതേ ആവശ്യത്തിന് ഒരു രണ്ടെണ്ണം കൊടുത്ത പോലെ അത്രയേ ഉള്ളൂ. വേറെ അതിലൊന്നും ചെയ്യാനില്ല. ബാക്കിയൊക്കെ പോലീസിനെ ഞാൻ വിവരം അറിയിച്ചു. അവർ വന്ന് കൊണ്ടുപോയി. അപ്പോൾ സ്റ്റേഷനിലാണ്.